ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഇന്ന് നമ്മുടെ ചാനൽ മീഡിയ അവയർനെസ് ചാനൽ പറയാൻ പോകുന്നത് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ CPR. നമ്മുടെ ഹാർട്ട് പല കണ്ടീഷനിലും ചിലപ്പോൾ നിന്നു പോകാം. ഹാർട്ടും ശ്വാസോച്ഛ്വാസവും നിലച്ചു പോകാം. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷന് ആ രോഗിയെ നമുക്ക് രക്ഷിക്കണം എങ്കിൽ ഉടൻ തന്നെ ഈ CPR കൊടുത്താലേ അദ്ദേഹത്തിന് നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഇടിമിന്നലേറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ ഹാർട്ട് ശ്വാസോച്ഛ്വാസം നിലച്ചു പോകാം. അതുപോലെ വെള്ളത്തിൽ മുങ്ങി ചിലപ്പോൾ ഇത് രണ്ടും നിലച്ചു പോകാം. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഇത് രണ്ടും നിലച്ചു പോകാം. അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് ഈ ഹാർട്ടും ശ്വാസോച്ഛ്വാസവും നിലച്ചു പോകാം. അപ്പൊ ഇതിന് ഉടൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്താലേ അദ്ദേഹത്തിന് നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല അദ്ദേഹത്തിന് എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് ആശുപത്രി വരെ ആശുപത്രിയിൽ ചെന്ന് മേശപ്പുറത്ത് കിടത്തി കഴിയുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറയും പേഷ്യന്റ് മരിച്ചുപോയി. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓൺ ദ സ്പോട്ടിൽ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു തരുന്നത് കാർഡിയോളജി പ്രൊഫസർ ഡോക്ടർ മോഹൻ. ഒരു വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൻ്റെ പ്രവർത്തനവും ഹൃദയത്തിൻ്റെ പ്രവർത്തനവും പെട്ടെന്ന് നിലയ്ക്കുന്നു. സാധാരണ മോഹാലസ്യത്തിൽ നിന്ന് വ്യത്യാസമായി ഈ വ്യക്തിയുടെ ശ്വാസകോശവും ഹൃദയവും പ്രവർത്തിക്കുന്നുണ്ടാവുന്നില്ല. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് അദ്ദേഹം ഉച്ഛ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ കൈപ്പടം മൂക്കിന് നേരെ പിടിച്ച് പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നെഞ്ചും കൂടെ വികസിക്കുന്നുണ്ടോ എന്നും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഒരു വ്യക്തി 3 മിനിറ്റിലധികം കിടന്നാൽ ആ വ്യക്തി മരണത്തിന് കീഴ്പ്പെടും. അപ്പോൾ ഈ 3 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകാൻ സാധിക്കുന്നത്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ അഥവാ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവന പ്രക്രിയയുടെ അടിസ്ഥാന തത്വം എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രധാന ഉദ്ദേശം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ നൽകുക എന്നാണ്. ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ തലച്ചോറിനും ഏകദേശം 3 മിനിറ്റിൽ കൂടുതൽ ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും തന്മൂലം വ്യക്തി മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുകയും കൃത്രിമമായ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമ്മൾ സഹായിച്ചും തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാക്കുന്ന രീതിയാണ് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ അഥവാ ഈ പുനരുജ്ജീവന പ്രക്രിയ കൊണ്ട് നമ്മൾ സാധിക്കുന്നത്. ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും ഭീതിജനകമാക്കുന്നത് പെട്ടെന്നുള്ള മരണമാണ്. ഇങ്ങനെ മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗമാണ് CPR അഥവാ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന ഒരു വ്യക്തിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഈ പ്രക്രിയ ഈ ഡമ്മിയിലൂടെ ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ്. ഈ വ്യക്തി ഇവിടെ ഇപ്പോൾ കുഴഞ്ഞു വീണിരിക്കുകയാണ്. ആദ്യമായി നമ്മൾ അദ്ദേഹത്തെ ഒന്ന് വിളിക്കുക. ഹലോ ചേട്ടാ, എഴുന്നേൽക്കൂ. അപ്പോൾ ആ വ്യക്തി പ്രതികരിക്കുന്നില്ല. അടുത്തതായി നമ്മൾ ഈ വ്യക്തി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ കൈപ്പത്തി മൂക്കിനോട് ചേർത്ത് പിടിച്ച് ഉച്ഛ്വസിക്കുന്ന വായു നമ്മുടെ കൈപ്പടത്തിൽ തട്ടുന്നുണ്ടോ എന്ന് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ വ്യക്തിയുടെ നെഞ്ചിൻ കൂട് പൊങ്ങും താഴുകയും ചെയ്യുന്നുണ്ടോ എന്നും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഈ വ്യക്തി ശ്വാസോച്ഛ്വാസം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ള ഒരാളുടെ സഹായത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ ഏതെങ്കിലും ആംബുലൻസ് നമ്പറിലേക്ക് നമുക്ക് ഫോൺ ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് ശ്വാസോച്ഛ്വാസം കൊടുക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ വ്യക്തിയെ മലർത്തി കിടത്തുക, എന്നിട്ട് തല അല്പം നേരെ ആക്കുക, ഈ താടിയിൽ അല്പം മുമ്പോട്ട് പിടിച്ചതിന് ശേഷം വലത് കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം ഇടത് കൈ ഉപയോഗിച്ച് മൂക്ക് രണ്ടും അടച്ചു പിടിക്കുക. അതിനുശേഷം വായിലേക്ക് നമ്മൾ ഊതി കൊടുക്കുക. ഇങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ഊതി കൊടുക്കുമ്പോൾ നമ്മുടെ ഉച്ഛ്വാസവായു ഈ വ്യക്തിയുടെ ശ്വാസകോശത്തിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ നെഞ്ചുംകൂടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആ നെഞ്ചുംകൂടിൻ്റെ വികാസം നമുക്കിവിടെ ദർശിക്കാവുന്നതാണ്. അത് ഇങ്ങനെ 2 പ്രാവശ്യം ഉച്ഛ്വാസം കൃത്രിമമായി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വ്യക്തിയുടെ ഹൃദയത്തെ കൃത്രിമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയാണ് വേണ്ടത്. ഇതിനെ കാർഡിയാക് മാസാജ് എന്ന് പറയുന്നു. കാർഡിയാക് മാസാജ് ചെയ്യുന്ന പ്രത്യേക രീതിയിൽ നമ്മുടെ വലത് കൈ നെഞ്ചിൻ്റെ മധ്യഭാഗത്തിലായി അമർത്തി പിടിക്കുക, ഇടത് കൈ വലത് കൈയുടെ മുകളിൽ അമർത്തി പിടിക്കുക. അതിനുശേഷം നെഞ്ചിനും കൂടെ ഏകദേശം 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ അമർത്തുക. ഇങ്ങനെ അമർത്തുമ്പോൾ നമ്മൾ എണ്ണിക്കൊണ്ടേയിരിക്കണം. 1, 2, 3, 4, 5, 6,
30 പ്രാവശ്യം അമർത്തിയതിന് ശേഷം വീണ്ടും 2 പ്രാവശ്യം നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക. വീണ്ടും ഹൃദയത്തിൻ്റെ അമർത്തൽ 1, 2, 3 എന്നിങ്ങനെ രീതിയിൽ ആവർത്തിക്കുക. ഇങ്ങനെ അമർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ വ്യക്തി കിടക്കുന്ന ഒരു ഉറച്ച പ്രതലത്തിലാണോ എന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മൾ അമർത്തുമ്പോൾ നമ്മുടെ കൈമുട്ടുകൾ മടങ്ങാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് മർദ്ദം ചെലുത്താൻ സാധിക്കുകയുള്ളൂ. നെഞ്ചിൻ കൂടെ ഏകദേശം 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ താഴണം. അങ്ങനെ താഴുമ്പോൾ ഈ ഹൃദയം കൃത്യമായി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഊതി കൊടുക്കുന്ന പ്രത്യേക ശ്വാസോച്ഛ്വാസം, നമ്മൾ കൊടുക്കുന്ന ഓക്സിജൻ രോഗിയുടെ ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയം പമ്പ് ചെയ്ത് തലച്ചോറിലേക്ക് പ്രവഹിപ്പിക്കുകയും അങ്ങനെ തലച്ചോറിന് ക്ഷതം സംഭവിക്കാതിരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ആണ് ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ ഈ വ്യക്തിയെ സഹായിക്കുന്നത്. ഈ പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ആംബുലൻസിലും ഈ പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഈ കാണുന്ന ഈ ഡീഫിബ്രിലേറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചിട്ട് നമ്മൾ ഷോക്ക് കൊടുത്താണ് ഈ രോഗിയെ രക്ഷപ്പെടുന്നത്. ആ ഷോക്ക് കൊടുക്കുന്ന മെഷീൻ ഡീഫിബ്രിലേറ്റർ എന്ന് പറയും. അതിൻ്റെ മോണിറ്ററാണ് ഈ കാണുന്നത്. ഇങ്ങനെ 2 പാഡിൽസ് ഈ വ്യക്തിയുടെ നെഞ്ചിൻ്റെ ഒരു പാഡിൽ നെഞ്ചിൻ്റെ ഇടതുവശത്തും മറ്റേ പാഡിൽ നെഞ്ചിൻ്റെ വലതുവശത്തും വെച്ചതിന് ശേഷം ഇതിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഷോക്ക് രോഗിയുടെ ശരീരത്തേക്ക് പ്രവഹിക്കുകയും തന്മൂലം ഹൃദയത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ രോഗിയെ രക്ഷപ്പെടുത്തുന്നത്. ഇതിനാണ് DC ഷോക്ക് അല്ലെങ്കിൽ ഡീഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.